റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ക്യൂബ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ക്യൂബ. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണസഹായി വിതരണം ചെയ്യുന്ന പദ്ധതി ശ്രുതി മധുരം. കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണസഹായി വിതരണം ചെയ്യുന്ന പദ്ധതി ശ്രുതി മധുരം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം കൗറു, ഫ്രഞ്ച് ഗയാന. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം കൗറു, ഫ്രഞ്ച് ഗയാന. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞൻ ബെർസേലിയസ്. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം ചെന്നൈ. തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം ചെന്നൈ. നബാർഡ് രൂപീകൃതമായ വർഷം 1982 ജൂലൈ 12. 1982 ജൂലൈ 12-നാണ് നബാർഡ് രൂപീകൃതമായത്. ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മേരി കോം 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ. ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മേരി കോം 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ. ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവച്ചവരുടെ എണ്ണം 13,176. 13,176 പേരാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവച്ചത്. ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ടി രാമപ്പണിക്കർ. ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ടി രാമപ്പണിക്കർ. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. 1947 ജൂൺ 2-നാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ. പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി. പാമ്പാറിൻ്റെ മറ്റൊരു പേര് തലയാർ. പാമ്പാറിൻ്റെ മറ്റൊരു പേരാണ് തലയാർ. ഇന്ത്യയിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഉഷ്ണമേഖലാ മഴയുടെ ഫലത്താൽ തീവ്രമായ ഒഴുക്കിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. ഉഷ്ണമേഖലാ മഴയുടെ ഫലത്താൽ തീവ്രമായ ഒഴുക്കിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. അംബേദ്കർ ജയന്തിയായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 14. ഏപ്രിൽ 14-നാണ് അംബേദ്കർ ജയന്തിയായി ആചരിക്കുന്നത്.